നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 6 ലക്ഷത്തിലധികം പരാതികൾ. മലപ്പുറത്തു നിന്നാണ് ഏറ്റവും അധികം പരാതികൾ കിട്ടിയത്, 80,885. എന്നാൽ ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികൾ എത്രയെന്ന കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 36 ദിവസങ്ങൾ നീണ്ട മന്ത്രിസഭയുടെ സംസ്ഥാന യാത്ര. ഏതാണ്ട് എല്ലായിടത്തും പതിനായിരങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനെത്തി. പരാതികളുടെ കുത്തൊഴുക്ക് തന്നെയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 6,21,167 പരാതികൾ ഇതുവരെ ലഭിച്ചു. എറണാകുളത്തെ പര്യടനം 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ കണക്കുകൾ വീണ്ടും ഉയരും. 16 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ. രണ്ടാമതുള്ള പാലക്കാട്ട് നിന്ന് ലഭിച്ചത് 61,204 പരാതികളാണ്. തൃശൂർ 54,260, ആലപ്പുഴ 53,044, കൊല്ലം 50,938, കോഴിക്കോട് 45,897, കോട്ടയം 42,656, ഇടുക്കി 42,234, കണ്ണൂർ 28,584, പത്തനംതിട്ട 23,610, വയനാട് 18,823 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ നിന്നുള്ള പരാതി കണക്ക്. പരാതി പരിഹാരം മോണിറ്റർ ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. ജില്ലകളിൽ കളക്ടർക്ക് പുറമെ മറ്റൊരു ഉദ്യോഗസ്ഥനും ചുമതല നൽകും. സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച് പരാതി പരിഹാരം വേഗത്തിലാക്കാനും ആലോചനയുണ്ട്. ജില്ലകളിൽ ചുമതലക്കാരുണ്ടാകും. ഓരോ വകുപ്പുകളും ആ വകുപ്പുകളുടെ കീഴിലുള്ള പരാതികളിൽ ഏതറ്റം വരെ പോയി പരിഹരിക്കാം എന്ന കാര്യങ്ങൾ പരിശോധിക്കും. നയപരമായ തീരുമാനങ്ങൾ വേണ്ട പരാതികളിൽ സർക്കാർ തീരുമാനമെടുക്കും. എന്നാൽ എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ നവകേരള സദസ്സ് പൂർത്തിയായെങ്കിലും ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികളുടെ കണക്ക് ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. സമയബന്ധിതമായി പരാതി പരിഹരിക്കാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം കൃത്യമായ മറുപടിക്ക് മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. മന്ത്രിസഭയുടെ കേരള പര്യടനത്തെ ജനം കണ്ടത് വലിയ പ്രതീക്ഷയോടെയെന്ന് ഈ പരാതി കണക്കുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ആ പ്രതീക്ഷ കാക്കാൻ സർക്കാരിന് കഴിഞ്ഞോ എന്നതാണ് വിലപിടിപ്പുള്ള ചോദ്യം. പരിഹരിക്കുന്ന പരാതികളുടെ എണ്ണവും വേഗവുമാണ് പ്രധാനം. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. നവകേരള സദസ്സിന് സംരക്ഷണം ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി നൽകാനുള്ള തീരുമാനം ക്രൂരമായ പരിഹാസമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അറിയപ്പെടുന്ന ക്രിമിനലുകളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. നവകേരള സദസ്സ് നടന്ന 44 ദിവസക്കാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും തല്ലിച്ചതച്ചാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസം. ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി, പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി നിന്ന് ചിരിച്ചവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം. അത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നല്ലോ. വേറൊരു ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴുകാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവനെ തോളിലേറ്റി ഒക്കത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥന് കൊടുക്കണ്ടേ ഗുഡ് സർവീസ് എൻട്രി? മുഖ്യമന്ത്രിയുടെ കമാൻഡോകൾക്കെതിരെ കേസെടുത്തു. KSU പ്രവർത്തകരെ നിയമവിരുദ്ധമായി മർദ്ദിച്ചതിനാണ് കേസ്. IPC 323, 324, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ FIR-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോടതി നിർദ്ദേശപ്രകാരം കുറുപ്പുംപടി പോലീസാണ് കേസെടുത്തത്. 4 FIR-കളാണ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് പിന്നാലെ തുടർ നീക്കത്തിന് BJP. അടുത്ത മാസം കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വേദി തൃശൂർ തെരഞ്ഞെടുത്തതിൽ തന്നെ ചില സാധ്യതകൾ BJP മുന്നിൽ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷം നടക്കാനിരിക്കെ ഇതും ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള അവസരമാക്കാനാണ് BJP ആലോചിക്കുന്നത്. VVR-ന്റെ റിപ്പോർട്ട്. ക്രൈസ്തവ സഭ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒപ്പം നിർത്താനുള്ള ശ്രമം രാജ്യ തലത്തിൽ തന്നെ
BJP കഴിഞ്ഞ കുറേ നാളുകൾ നടത്തുകയാണ്. സംസ്ഥാനത്തും കേരളത്തിലും പ്രത്യേകിച്ചും അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി വിലയിരുത്താം. കാരണം തൃശ്ശൂരാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷ BJP പ്രതീക്ഷയോടെ കാണുന്ന ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ വരെ, ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലം. അത് മറികടന്നുകൊണ്ട് തൃശ്ശൂർ ഇത്തവണ ഏറ്റവും പ്രതീക്ഷയോടെ BJP കാണുന്നു. സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയിലൂടെ തൃശ്ശൂർ പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമായുള്ളത് അവർ ക്രൈസ്തവ സഭാ വിഭാഗത്തിൻ്റെ ആ മതത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പിന്തുണയാണ്. അതിന് ക്രൈസ്തവ വിഭാഗങ്ങളുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനം. അവിടെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് നേരത്തെയും പല പരീക്ഷണങ്ങൾ BJP പല നേതാക്കളെ കൊണ്ടുവരികയും ചില മുന്നണി ബന്ധത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്തെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി അത്രയധികം അടുക്കാനും അവരുടെ വോട്ട് നേടുന്ന തരത്തിലേക്ക് ആ ബന്ധം വളർത്താനും BJPക്ക് കഴിഞ്ഞിരുന്നില്ല. അത് മറികടക്കുകയാണ്, ആ പരിമിതി മറികടക്കുകയാണ് BJPയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവർ ഉപയോഗിക്കും. ദേശീയ തലത്തിലും അത്തരം നീക്കങ്ങൾ സജീവമാണ് BJPയുടെ ഭാഗത്തുനിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ ക്രിസ്മസ് വിരുന്ന്, അതുപോലെ തന്നെ BJP നേതാക്കളുടെ ക്രൈസ്തവ ദേവാലയ സന്ദർശനം, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നു, അത് വലിയൊരു അവസരമായി BJP കാണുന്നു. മാർപ്പാപ്പയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമായി മാറ്റാൻ BJP നേതൃത്വം ആഗ്രഹിക്കുന്നു. അതിൻ്റെ അലയൊലികൾ ഇവിടെ കേരളത്തിലും ഉണ്ടാകും. അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം തന്നെയാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് BJP നേതൃത്വം നടത്തിയ സ്നേഹയാത്രയൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി എടുക്കാനുള്ള ഓരോ വഴിയും BJP പുതുതായി കാണുകയാണ്. അവിടേക്ക് പ്രധാനമന്ത്രിയുടെ വരവ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റായി മാറും. ക്രൈസ്തവർക്ക് നേരെ ഏറ്റവും കൂടുതൽ അക്രമം നടന്ന വർഷമാണ് 2023 VD സതീശൻ. എന്നിട്ടാണ് BJP ക്രിസ്മസ് കേക്കുമായി ഇറങ്ങിയത്. ആട്ടിൻ തോലിട്ടവരെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും VD സതീശൻ പറഞ്ഞു. BJP ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ്. നവംബർ 30 വരെ 684 ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് 254 പള്ളികളാണ്, മതസ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്, ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJPയും CPMും പരസ്പരം സഹായിക്കുകയാണെന്ന് VD സതീശൻ. ലാവ്ലിൻ കേസ് എടുക്കുമ്പോൾ CBI വരാത്തത് എന്തുകൊണ്ടാണ്? കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെയും രക്ഷപ്പെടുത്തി. BJPയും CPMും തമ്മിലാണ് ധാരണയെന്നും VD സതീശൻ വിമർശിച്ചു. BJPയുമായി ഒത്തുചേർന്ന് SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരം 38 പ്രാവശ്യമാണ് SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതെടുക്കുമ്പോൾ CBI വക്കീൽ വരാത്തതെന്താ? കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്താ? നിങ്ങളല്ലേ സൗഹൃദം? മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിനെത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് BJP സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത്. ഇപ്പോൾ ഒരുമിച്ച കാരണം പരസ്പരം സഹായിക്കുകയാണ്. ഒരാളെ SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുകയാണ്. സിനിമാ സംവിധായകനും നടനുമായ മേജർ രവി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ. കണ്ണൂരിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് നേതാവ് C രഘുനാഥിനെ ദേശീയ കൌൺസിലെത്തും. ഇരുവരെയും K സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തു. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ C രഘുനാഥും മേജർ രവിയും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെത്തിയാണ് BJPയിൽ ചേർന്നത്. ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ AP വിഭാഗവും 3 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ ഡിസംബർ 30-ന് കാസർഗോഡ് പ്രഖ്യാപിക്കും. സുന്നി ഐക്യം സ്വാഗതം ചെയ്യുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടനം പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് പറയട്ടെ എന്നും കാന്തപുരം പ്രതികരിച്ചു. ഉത്തരേന്ത്യയിൽ നാം ചെന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്
നമുക്ക് കാണാൻ കഴിയുന്നത്. മുസ്ലിം സമുദായം മതപരമായി ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ അവിടെ കാണാനുള്ള കാരണം അവിടെ നമ്മുടെ കേരളത്തെ പോലെ മതസംഘടന സജീവമായി പ്രവർത്തിച്ചില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാരണം. ഐക്യമുണ്ടായാൽ അത് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നു. ഇപ്പോഴും അതിന് പരിശ്രമത്തിൽ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ആ ഐക്യത്തിന് ഈ 100ാം വാർഷികവും അതിൻ്റെ പ്രഖ്യാപനവും ഒരിക്കലും തടസ്സം അല്ല. മറ്റ് സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല. അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ്. അതിന് യാതൊരു തടസ്സവും ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല. എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സുന്നി ഐക്യം ലക്ഷ്യമിടുന്നു. എന്താണ് സംസ്ഥയുടെ നിലപാട്? എന്താണ് ലക്ഷ്യം? വിശദാംശങ്ങൾ. നേരത്തെ തന്നെ ഈ ഐക്യകാഹളം ഇരുപക്ഷത്തും ഉയർന്നിരുന്നു. നേതൃതലത്തിൽ നേരത്തെ താഴെത്തട്ടിലെ തരത്തിലായിരുന്നു ഐക്യത്തിന്റെ ഒരു ആവശ്യമെങ്കിൽ ഇത് മേൽത്തട്ടിൽ ഉയർന്നിരുന്നു. പക്ഷേ കാര്യമായ ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ രണ്ടായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. AP വിഭാഗവും ഈ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. 3 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് ഡിസംബർ 30-ന് കാസർഗോഡ് തുടക്കമാവും എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യം, അതായത് രണ്ടായി തിരിഞ്ഞ് വാർഷിക പരിപാടികൾ നടത്തുന്നെങ്കിലും അത് ഐക്യശ്രമങ്ങളെ ബാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉത്തരേന്ത്യയിലടക്കം ഈ മുസ്ലിം സമൂഹം ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ സജീവമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ, പണ്ഡിതരടക്കം പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മമ്പ്രം തങ്ങളടക്കമുള്ള ആളുകൾ നേരത്തെ ഇതര മതസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവരുടെ സംസ്കാരം അതുപോലെ ഈ തങ്ങളുടെ ജീവിതത്തിലേക്കൂടെ പകർത്തുന്നതാണ് ശരിയല്ലാത്ത ഒരു കീഴ്വഴക്കമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് അവർ പറയട്ടെ എന്നും കാന്തപുരം പറയുന്നു. നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഈ ചടങ്ങിലേക്ക് ക്ഷേത്രം ട്രസ്റ്റ് വിളിച്ചിരുന്നു. CPM എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് എന്നാൽ അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കട്ടെ എന്നാണ് അദ്ദേഹം. കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ച് ഇലക്ഷൻ വരാനിരിക്കെ സംസ്ഥ ഏത് തരത്തിലായിരിക്കും അതിൽ അഭിപ്രായം അറിയിക്കുക? തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് സമസ്ത മാത്രമല്ല മറ്റ് വിഭാഗങ്ങളെയും ചെറിയ തോതിലെങ്കിലും സ്വാധീനിക്കപ്പെടും എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ട്. കോൺഗ്രസിനും ആ ആശങ്കയുണ്ട്. കാരണം നേരത്തെ തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിലെ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ, ദേശീയ പൗരത്വ ബില്ല് അടക്കമുള്ള വിഷയങ്ങളിൽ ഒക്കെ CPM വളരെ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും സെമിനാറുകളും മറ്റു ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് CPM-ന് ഒരു തരത്തിൽ ഗുണകരമാവും. ഈ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ ഗുണകരമാകും എന്നൊരു കണക്കൂട്ടലാണുള്ളത്. എന്തായാലും AP വിഭാഗത്തിന് നിലവിൽ CPM-യുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ആ നിലപാടിനെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യും. നന്ദി അനീഷ്. നാളെ മണ്ഡലപൂജ നടക്കാനിരിക്കെ ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക്. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന സാഹചര്യത്തിൽ സന്നിധാനത്തേക്ക് ഉച്ച മുതൽ നിയന്ത്രണമുണ്ട്. 6 മണിവരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ല. വൈകിട്ട് 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. അതേസമയം ശബരിമലയിൽ നടവരവ് കുറഞ്ഞു. 39 ദിവസത്തെ നടവരവ് 204,70,76,704 രൂപയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 18,67,00,000 കുറവാണിത്. മണ്ഡലപൂജയ്ക്കായി സന്നിധാനത്തെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ തങ്കയങ്കി ശരംകുത്തിയിലെത്തും. 6 മണിയോടെ സന്നിധാനത്തേക്ക് തങ്കയങ്കി കൊണ്ടുവരും. 6:30-ക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അതേസമയം വലിയ ഒഴുക്കാണ് അയ്യപ്പന്മാരുടെ സന്നിധാനത്തേക്ക്. ഇന്നലെ 1,00,000 അയ്യപ്പന്മാർ സന്നിധാനത്തെത്തി. ഇന്നും സമാനമായ തിരക്ക്. ഇന്ന് വിർച്വൽ ക്യൂ വഴിയുള്ള ദർശനം 60,000 പേർക്ക് മാത്രമായി നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഈ ദിവസം എത്തിച്ചേരാൻ കഴിയാത്ത അയ്യപ്പന്മാർ ഇന്നും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വലിയ തിരക്കായിരിക്കും ഉണ്ടാവുക. പമ്പ മുതൽ നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ വലിയ ഒരു നിര അയ്യപ്പന്മാരുടെ ദർശനത്തിനായുള്ള നിര മരക്കൂട്ടത്തിനും താഴെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്.
ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് സന്നിധാനം ശ്രീകോവിൽ തുറക്കുക. കാരണം സാധാരണ 3 മണിക്കുള്ളത് ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് തുറക്കുക. 2 മണിക്കൂർ ദർശനത്തിന് സമയം കുറവായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നാളെ ആണ് മണ്ഡലപൂജ. രാവിലെ 9:45 വരെ മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള അവസരമുള്ളത്. വലിയ തിരക്ക് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ 39 ദിവസത്തെ വരുമാന വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തേക്കാൾ 18 കോടി രൂപയുടെ കുറവാണ് ഈ തവണ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സന്നിധാനത്തെ മൊത്തം കടകളുടെ ലേലത്തുക എല്ലാം കൂടി കണക്കാക്കി വരുമ്പോൾ ഈ ഒരു കുറവ് മറികടക്കാൻ കഴിയുമെന്നും ആ കണക്കുകൾ ശേഖരിച്ച് ക്രമീകരിക്കുന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 204 കോടി 30 ലക്ഷത്തി 76,704 204 കോടി 30 ലക്ഷത്തി 76,704 204 30 76 704 704. കഴിഞ്ഞ വർഷം 222 കോടി 98 ലക്ഷത്തി 70,250 222 98 70 250. വ്യത്യാസം 18 കോടി 67 ലക്ഷത്തി 93,546 18 67 93 546. വലിയ തിരക്ക് മുന്നിൽ കണ്ടെന്നുള്ള ക്രമീകരണങ്ങളാണ് സന്നിധാനത്തുള്ളത്. നാളെ മണ്ഡലപൂജ കൂടി പൂർത്തിയാവുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. നാളെ രാത്രി 10 മണിയോടെ 10:50 ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാലം പൂർത്തിയാകും. തുടർന്ന് 30-ാം തീയതിയാണ് മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല വീണ്ടും തുറക്കുക. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മണ്ഡലപൂജയ്ക്ക് ഒരുങ്ങി ശബരിമല സന്നിധാനം. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നുള്ള തങ്കിയങ്കി ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. ബുധനാഴ്ച രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ സവിശേഷത. വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരികയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് തലേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തു. 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് 26-ാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും. തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പോൾ അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. 1973 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് തങ്കയങ്കി. അതേ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് സ്വർണ്ണ പീഠവും കിരീടവും തങ്കയങ്കി പീഠം പാതകം മാടകി കയ്യുറ മുഖം കിരീടം എല്ലാം അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് 18-ാം പടിക്ക് മുകളിലായി കൊടിമരത്തിന് മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും. 6:30 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അന്ന് രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം കാണാം. നാളെ ഉച്ചയ്ക്ക് 10:30-നും 11:30-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. അന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി. പിന്നീട് ഈ മാസം 30-ന് വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതോടെ മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം. പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചാൽ വാഹനങ്ങൾ വഴിയിൽ തടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പമ്പ പാർക്കിംഗിൽ 2 ആഴ്ച മുൻപ് അപേക്ഷ നൽകിയിട്ടും കോടതി ഇടപെടാതിരിക്കുന്നത് സങ്കടകരമാണ്. നിലയ്ക്കൽ നിറയുമ്പോഴാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു. 11 മണിക്ക് ശേഷം വരുന്ന ആളുകളെ നമുക്ക് നിലയ്ക്കൽ നിന്ന് കയറ്റിവിടാൻ പറ്റില്ല. കാരണം നമ്മൾ 5 മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്. നാളെ ഇതില്ല, കുഴപ്പമില്ല. നാളെ ഇപ്പോൾ നമുക്ക് 3 മണിക്ക് തന്നെ തുറക്കുകയില്ലേ. നാളെ 3 മണിക്ക് തുറക്കുകയില്ലേ.
കുറേ അങ്ങനെ ഉണ്ട്. കുറേ ഇപ്പം നമുക്കറിയാം തമിഴ്നാട്, ആന്ധ്ര അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർ ഈ തങ്കയങ്കി ദീപാരാധന വേണ്ടി കണ്ടേ ഇറങ്ങൂ എന്നുള്ളൊരു താല്പര്യമുണ്ട് അവർക്ക്. ഇതിപ്പോൾ നമുക്ക് ഇവരോട് അഭ്യർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ, നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പം പരമാവധി നമ്മൾ അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശബരിമലയിലെ തിരക്ക് ക്രമീകരിക്കാൻ ഇടത്താവളങ്ങളിൽ നിയന്ത്രണം അനിവാര്യമെന്ന് ADGP MR അജിത് കുമാർ. ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് തിരക്ക്. ദർശനത്തിന് എടുക്കുന്ന സമയമാണ് പ്രശ്നമെന്നും MR അജിത് കുമാർ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെയധികം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, വളരെയധികം ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് നിങ്ങൾ കാണുന്നതാണ് വേണ്ട മതി, ഇത്ര കയറ്റിയിട്ട് പോലും ഇപ്പോഴും ക്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പാച്ചി മേട് വരെയാണ്. ഈ ശബരിമലയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനും അധികമായിട്ടാണ് ഇൻഫ്ലോ വരുന്നത്. നമ്മൾ പക്ഷേ കണ്ട പ്രശ്നം എന്ന് പറയുന്നത് ബുക്കിംഗ് ചെയ്ത ആൾക്കാർ കൂടാതെ ബുക്ക് ചെയ്യാത്തവരും അതുപോലെ തന്നെ മുൻ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചയക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആയിട്ടാണ് ഇപ്പോൾ ക്രൗഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യൂവിൻ്റെ ടെയിൽ താഴോട്ട് പോവുകയും ഭക്തന്മാർക്ക് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഈ നിലയിൽ ഇപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ അടുത്ത ജനുവരി 12-ാം തീയതി വരെ ദേവസ്വം ബോർഡ് റിലീസ് ചെയ്ത വെർച്വൽ ക്യൂവിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബുക്കിംഗ് ആണ് 80,000. ആ ഫുൾ ബുക്കിംഗ് പ്ലസ് ബുക്കിംഗ് ഇല്ലാത്ത ആൾക്കാരെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ 10 ദിവസങ്ങളുള്ളതുപോലെ തന്നെ ഏതാണ്ട് 1,00,000-ന് മേലെ ആൾക്കാർ സന്നിധാനത്തിൽ എത്തുന്നുള്ളതാണ് കണക്കുകൾ. തൃശൂർ എരവിമംഗലത്ത് വീട് ആക്രമിച്ച് കഞ്ചാവ് സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. എരവിമംഗലം സ്വദേശി ചിറയത്ത് ഷാജുവിന്റെ വീട്ടിലാണ് അക്രമമുണ്ടായത്. സംഘം കോഴികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, പുൽക്കൂട്ടിൽ കുരിശ് സ്ഥാപിച്ചു, ടെറസിനു മീതെയുള്ള സോളർ പാനൽ അടിച്ചു തകർത്തു, ഗ്യാസ് സിലിണ്ടറുകൾ വലിച്ചെറിഞ്ഞ നിലയിലാണ്. വീടിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാൻ ശ്രമം നടന്നു. വീട്ടുകാർ സ്ഥലത്തില്ലാത്തപ്പോഴായിരുന്നു ആക്രമണം. അക്രമികളെ നാട്ടുകാർ കണ്ടിരുന്നു. കോഴിക്കോട് കാക്കൂർ പെരുമ്പൊയിലിൽ പോലീസിന് നേരെ ആക്രമണം. വാഹനം തടഞ്ഞു നിർത്തിയുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്തതിനാണ് SI ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചത്. പോലീസ് വാഹനം അക്രമികൾ തകർത്തു. SI അബ്ദുൽ സലാം, പോലീസുകാരായ രജീഷ്, ബിജു എന്നിവർ ആശുപത്രിയിൽ ചികിത്സ തേടി. കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേളന്നൂർ സ്വദേശികളായ സുബിൻ, ബിജേഷ്, അതുൽ, വെസ്റ്റിൽ സ്വദേശി അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂരിൽ മദ്യലഹരിയിൽ SIയെ ആക്രമിച്ച യുവതി റിമാൻഡിൽ. തലശ്ശേരി കൂളിബസ സ്വദേശി റസീനയാണ് ഇന്നലെ അറസ്റ്റിലായത്. നിരവധി കേസുകളിൽ പ്രതിയായ യുവതിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു തലശ്ശേരി SI ദീപ്തിയെ ആക്രമിച്ചത്. നടുറോഡിൽ നാട്ടുകാർക്ക് നേരെയും യുവതിയുടെ പരാക്രമം ഉണ്ടായി. നിരവധി കേസുകളിൽ പ്രതിയായ റസീന ഇതിനു മുൻപും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു.